നമസ്കാരം. സംസ്ഥാന സർക്കാർ വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിച്ച ഒരു പദ്ധതിയായിരുന്നു കെയറെയിൽ പദ്ധതി. എന്നാൽ ആ കെയറെയിൽ പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള പൊതുജന വികാരമാണ് ആഞ്ഞടിച്ചത്. മഞ്ഞക്കുറ്റിയുമായി ചെന്ന സർക്കാരിനെ ജനങ്ങൾ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. അവസാനം കോടതി വരെ ഈ കേസിൽ ഇടപെടേണ്ടി വന്നു. മഞ്ഞക്കുറ്റികളുടെ പ്രാബല്യം പോലും ഇപ്പോൾ റദ്ദായിരിക്കുന്നു. അടിച്ച മഞ്ഞക്കുറ്റികൾക്ക് ആ സിമൻറ്റ് കട്ടയുടെ വില പോലും ഇല്ലാത്ത ഒരവസ്ഥാവിശേഷമുണ്ടായി. കെയറെയിൽ എന്തായാലും വരും എന്ന് ആണയിട്ട മുഖ്യമന്ത്രിക്ക് കെയറെയിൽ എവിടെ എന്ന കേരളീയരുടെ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. സംസ്ഥാന സർക്കാരിന് നേരാവണ്ണം ഒരു DPR പോലും തയ്യാറാക്കി റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ കഴിയാതെ പോയതാണ് ഇതിലേറ്റവും വലിയ പരാജയം. മാത്രമല്ല, സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന പദ്ധതി, കാലഘട്ടത്തിന് നിരക്കാത്ത സാങ്കേതിക ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ആ പദ്ധതി നടപ്പിലാകാൻ കഴിയാതെ പോയി. പക്ഷേ കേരളത്തിന് ഒരു അതിവേഗ റെയിൽവേ പദ്ധതി അത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു പദ്ധതിയുമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു പദ്ധതിയുടെ, അതായത് ശ്രീധരനാണ് ആ പദ്ധതിയുടെ ചുക്കാൻ പിടിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം പാലക്കാട് ഇതുമായി ബന്ധപ്പെട്ട ഓഫീസ് തുറന്നു എന്ന കാര്യം നമുക്കറിയാം. ശ്രീധരനെ കളിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു. ശ്രീധരൻ എന്ത് പണിയാണ് അവിടെ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം ഒരു ഓഫീസ് തുറക്കുന്നു, അദ്ദേഹം ഒരു പീടിക തുറന്ന് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ കളിയാക്കിയത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ശ്രീധരൻ പണിയെടുക്കുന്നത് കേന്ദ്ര സർക്കാരിന് വേണ്ടി തന്നെയാണ് എന്നും പിണറായി വിജയന് നടപ്പിലാക്കാൻ കഴിയാത്ത അതിവേഗ റെയിൽ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് സമ്മാനിക്കാൻ പോവുകയാണ് എന്നും ഇന്ന് കൃത്യമായ ഉത്തരം രാജ്യസഭയിൽ ലഭിച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ ഇടത് പക്ഷത്തിൻ്റെ യുവ തുർക്കി എന്നറിയപ്പെടുന്ന ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് വളരെ വ്യക്തമായ ഉത്തരം നൽകിയത്. അതായത് എത്ര പദ്ധതികളാണ് അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ പരിഗണനയിലുള്ളത്. നേരത്തെ ഒരു സിൽവർ ലൈൻ പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ മറ്റൊരു അതിവേഗ റെയിൽ പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം പുറമെ ശ്രീധരൻ ഒരു DPR തയ്യാറാക്കുന്നു എന്നറിഞ്ഞു. ഇതിൽ വ്യക്തത വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ചോദ്യം ഉന്നയിച്ചത്. എന്നാൽ ശക്തമായ മറുപടി തന്നെയാണ് റെയിൽവേ മന്ത്രി അശ്വനി കുമാർ പറഞ്ഞത്. അതായത് കേരളത്തിൽ അതിവേഗ റെയിൽ അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇടത് വലത് കൂട്ടുകെട്ട് അവർ ഒരു കാരണവശാലും പിന്തുണ നൽകുന്നില്ല. കേരളത്തിൽ നടപ്പാക്കേണ്ടുന്ന വികസനത്തിന് ഇവർ എതിരാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഈ രണ്ട് മുന്നണികൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പല തടസ്സങ്ങളുമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ അതുമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ 3 പദ്ധതികളുണ്ട്. ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ സിൽവർ ലൈൻ പദ്ധതി. 2, ശ്രീധരൻ്റെ ഒരു പദ്ധതി. പിന്നീട് റെയിൽവേ മന്ത്രാലയം തന്നെ തയ്യാറാക്കുന്ന മറ്റൊരു പദ്ധതി. റെയിൽവേ മന്ത്രാലയത്തിൻ്റെ മംഗലാപുരം മുതൽ നാഗർകോവിൽ വരെയുള്ള ഒരു പദ്ധതി കൂടിയുണ്ട്. ഇത് 3ഉം പരിഗണിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നടപ്പാക്കാൻ കഴിയുന്നത് ഏത് പദ്ധതിക്കാണോ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നത് ആ പദ്ധതി നടപ്പിലാക്കും. 90കളിലും, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിലും വളരെ വലിയ രീതിയിൽ ആക്റ്റീവായി രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുകയാണ് ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. എന്തായാലും ഈ 3 പദ്ധതികളിൽ ഒന്ന് തിരഞ്ഞെടുക്കും. നരേന്ദ്രമോദി സർക്കാർ റെയിൽവേ പദ്ധതികൾക്ക് വളരെ മികച്ച മുൻഗണനയാണ് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും റെയിൽവേ പദ്ധതി വരും, അതിവേഗ റെയിൽ പദ്ധതി വരും, കേന്ദ്രം അത് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.